നാളത്തെ +2 തുല്യത സോഷ്യോളജി പരീക്ഷാ തയ്യാറെടുപ്പിലേക്ക് പ്രധാനപ്പെട്ട 2-3 ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യ ചോദ്യം ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ എഴുതാനാണ്. ഒരു 4 സവിശേഷത പഠിച്ചിരിക്കണം. ആഗോളവൽക്കരണത്തിൻ്റെ 4 സവിശേഷത പഠിച്ചിരിക്കണം. ഒന്നാമത്തെ സവിശേഷത അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം. അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തത് ലോകരാജ്യങ്ങളുടെ ഏകീകരണം. മൂന്നാമത്തത് വിലക്കുകളില്ലാത്ത വ്യാപാരം. 4 ബഹുരാഷ്ട്ര കുത്തകകൾ. വിശാലവും അസമത്വവും ദൂരം, സമയം എന്നീ സാങ്കേതിക തടസ്സങ്ങളുടെ ഉന്മൂലനം. നമുക്ക് 4 പഠിച്ചാൽ മതി. 4 സവിശേഷത പഠിച്ചാൽ മതി. ചോദ്യം എന്താണ്? ആഗോളവൽക്കരണത്തിൻ്റെ 4 സവിശേഷതകൾ എഴുതാനാണ് ചോദ്യം. ആഗോളവൽക്കരണത്തിൻ്റെ 4 സവിശേഷതകൾ എഴുതാനാണ്. നമുക്ക് എന്തൊക്കെ എഴുതാം? 1 എഴുതാം ലോകരാജ്യങ്ങളുടെ ഏകീകരണം. 2 അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം. 3 വിലക്കുകളില്ലാത്ത വ്യാപാരം. 4 വിശാലവും അസമത്വവും. 5 ബഹുരാഷ്ട്ര കുത്തകകൾ. നമുക്കിപ്പോൾ തന്നെ ഏറ്റവും എളുപ്പമുള്ള 5 പഠിക്കാം. വേണമെങ്കിൽ ഒരു ഏകീകൃത സംസ്കാരം കൂടി കൊടുക്കാം. ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ. ഒന്നുകൂടെ പറയാം. ചോദ്യം ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ: അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം, ലോകരാജ്യങ്ങളുടെ ഏകീകരണം, ബഹുരാഷ്ട്ര കുത്തകകൾ, വിലക്കുകളില്ലാത്ത വ്യാപാരം, വിശാലവും അസമത്വവും, ബഹുരാഷ്ട്ര കുത്തകകൾ. ഇത്രയും പഠിച്ചു വെക്കുക. എളുപ്പമുള്ള ഒരു 4-5 പഠിച്ചു വെക്കുക. ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ. ഇത് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ: അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം, ലോകരാജ്യങ്ങളുടെ ഏകീകരണം, വിലക്കുകളില്ലാത്ത വ്യാപാരം, ബഹുരാഷ്ട്ര കുത്തകകൾ, വിശാലവും അസമത്വവും. ഈ 6 പഠിച്ചു വെക്കാം. ഒന്നുകൂടെ പറയാം. അതിർത്തി കടന്നുള്ള ഉൽപ്പാദനം, ലോകരാജ്യങ്ങളുടെ ഏകീകരണം, വിലക്കുകളില്ലാത്ത വ്യാപാരം, വിശാലവും അസമത്വവും, ബഹുരാഷ്ട്ര കുത്തകകൾ. ഇത്രയാണ് ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകളായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അടുത്തൊരു ചോദ്യം, പ്രധാനപ്പെട്ട 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 57 ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്ക് നമ്പർ 1 പേജ് നമ്പർ 57 ടെക്സ്റ്റ് ബുക്കിൽ പട്ടികയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം വർണ്ണത്തെ പറയാം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയുള്ളതാണ് 4 വർണ്ണങ്ങൾ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയാണ് 4 വർണ്ണങ്ങൾ. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ പഞ്ചമർ എന്നാണ് വിളിക്കുന്നത്. ആര്യന്മാരിലുള്ള വിഭജനമാണ് വർണ്ണങ്ങളായിട്ട് മാറുന്നത്. ഒരു അഖിലേന്ത്യാ വ്യവസ്ഥയാണ് വർണ്ണം. വർണ്ണങ്ങൾ 4 ഉള്ളൂ. ഇത്രയാണ് വർണ്ണത്തെക്കുറിച്ച് ചെയ്തേണ്ടത്. ഒന്നുകൂടെ പറയാം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയാണ് 4 വർണ്ണങ്ങൾ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെയാണ് 4 വർണ്ണങ്ങൾ. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ പഞ്ചമർ എന്നാണ് വിളിക്കുന്നത്. വർണ്ണം ആര്യന്മാരിലുള്ള വിഭജനമാണ്. വർണ്ണം ഒരു അഖിലേന്ത്യാ വ്യവസ്ഥയാണ്. വർണ്ണം എന്നുള്ളത് ഒരു അഖിലേന്ത്യാ വ്യവസ്ഥയാണ്. വർണ്ണങ്ങൾ 4 ഉള്ളൂ. വർണ്ണങ്ങൾ 4 ഇത്രയാണ് വർണ്ണത്തെക്കുറിച്ച് എഴുതേണ്ടത്. ചോദ്യം എന്താണ്? വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ തരംതിരിച്ച് എഴുതാനോ താരതമ്യം ചെയ്യാനോ ചോദിക്കാം. പട്ടികപ്പെടുത്താനൊക്കെ ചോദിക്കാം. വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ടെക്സ്റ്റ് ബുക്ക് നമ്പർ 1 പേജ് നമ്പർ 57 വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ 2ാമത്തെ ചോദ്യത്തിലാണ് എത്തിയത്. ആദ്യ ചോദ്യം നമ്മൾ പറഞ്ഞത് ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു. ഇപ്പോൾ 2ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത് വർണ്ണവും ജാതിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്.
വർണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്ത ജാതിയെക്കുറിച്ച് പറയുകയാണ്. ജാതിയിൽ നമുക്ക് എഴുതേണ്ടത് ഏതെങ്കിലും വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ പദമാണ് ജാതി. ഏതെങ്കിലും വർഗ്ഗങ്ങളെയോ അല്ലെങ്കിൽ ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ പദമാണ് ജാതി. ഇന്ത്യയിൽ 3000-ൽ പരം ജാതികളും ഉപജാതികളുമുണ്ട്. ഇന്ത്യയിൽ 3000-ൽ പരം ജാതികളും ഉപജാതികളുമുണ്ട്. ഓരോ പ്രദേശത്തും മുന്നോക്ക ജാതികളെന്നും പിന്നോക്ക ജാതികളെന്നും ഉള്ള തരംതിരിവുണ്ട്. ഇത്രയും 3 പോയിൻ്റാണ് ജാതിയിൽ കൊടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ പദമാണ് ജാതി. ഏതെങ്കിലും വർഗ്ഗങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ പദമാണ് ജാതി. ഇന്ത്യയിൽ 3000-ൽ പരം ജാതികളും ഉപജാതികളുമുണ്ട്. ഇന്ത്യയിൽ 3000-ൽ പരം ജാതികളും ഉപജാതികളുമുണ്ട്. ഓരോ പ്രദേശത്തും മുന്നോക്ക ജാതികളെന്നും പിന്നോക്ക ജാതികളും എന്നുള്ള തരംതിരിവുണ്ട്. ഓരോ പ്രദേശത്തും മുന്നോക്ക ജാതികളെന്നും പിന്നോക്ക ജാതികളും എന്നുള്ള തരംതിരിവുണ്ട്. ഇതാണ് എന്തിൽ പഠിക്കേണ്ടത്? ജാതിയെ കുറിച്ച് പഠിക്കേണ്ടത്. നേരത്തെ വർണ്ണത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ജാതിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ 2 ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 3-ാം ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം തൊട്ടുകൂടായ്മയെക്കുറിച്ചുള്ളതാണ്. തൊട്ടുകൂടായ്മയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് 1 തന്നെ പേജ് നമ്പർ 116-ലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നമ്പർ 1 ഉത്തരം 116 പേജ് നമ്പർ 116-ലുണ്ട്. തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ, വിവിധ തരംതിരിവ് നോക്കാം. ബഹിഷ്കരണം, അവഹേളനം, ചൂഷണം, വിധേയത്വം എന്നിവയാണ് എന്ത്? തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ. തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങളെ എന്ന് വിളിക്കുന്നത് നമ്മൾ ബഹിഷ്കരണം, അവഹേളനം, ചൂഷണം, വിധേയത്വം. ഈ സമൂഹത്തിലെ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നവർ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമൂഹ്യ വിവേചനമാണെന്ത്? തൊട്ടുകൂടായ്മ. സമൂഹത്തിൽ അതിന് തൊട്ടുകൂടായ്മ എന്താണെന്ന് പറയാം. സമൂഹത്തിൽ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന സാമൂഹ്യ വിവേചനമാണ് തൊട്ടുകൂടായ്മ അഥവാ അസ്പർശത. അസ്പർശത എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ, സ്പർശിക്കാതിരിക്കുക. അതാണ് തൊട്ടുകൂടായ്മ അഥവാ അസ്പർശത എന്ന് പറയുന്നത്. അതായത് ഉയർന്ന സമൂഹത്തിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നവർ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാമൂഹ്യ വിവേചനമാണ് തൊട്ടുകൂടായ്മ. സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന സാമൂഹ്യ വിവേചനമാണ് തൊട്ടുകൂടായ്മ അഥവാ അസ്പർശത. ഇവിടെ തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ നമ്മൾ നോക്കുന്നു. തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ: ബഹിഷ്കരണം, അവഹേളനം, ചൂഷണം, വിധേയത്വം. ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ പേര് നമ്മളെല്ലാം അവരെ എന്ത് ചെയ്യുന്നത്? അവരെ മാറ്റി നിർത്തുന്നു. ഈ താഴ്ന്ന ജാതിക്കാരെ നമ്മൾ സമൂഹത്തിലെ പൊതുരംഗങ്ങളിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുന്നു. അവരെ കിണറുകളോ ടാപ്പുകളോ കുളങ്ങളോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല. ഈ മേൽജാതിക്കാർ ഉപയോഗിക്കുന്ന കിണറുകളും ടാപ്പുകളും കുളങ്ങളും ഉപയോഗിക്കാനൊന്നും ഇവരെ സമ്മതിക്കുന്നില്ല. ഇവരെല്ലാത്തിലും എന്ത് ചെയ്യുക? മാറ്റി നിർത്തുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പൊതുരംഗത്ത് നിന്ന് ഈ താഴ്ന്ന ജാതിക്കാരെ മാറ്റി നിർത്തുന്നതാണ് എന്ത്? ഈ ബഹിഷ്കരണം. ആ പേരിൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ബഹിഷ്കരണം. ആ ബഹിഷ്കരണം മനസ്സിലായാലും അടുത്ത ചൂഷണം. ഇവരെ കൊണ്ട് മോശപ്പെട്ട ജോലികൾ ചെയ്യിപ്പിക്കുക, ശൗചാലയങ്ങൾ വൃത്തിയാക്കുക, ഓടകൾ ശുദ്ധീകരിക്കുക, മാലിന്യങ്ങളും ശവങ്ങളും നീക്കം ചെയ്യുക എന്നിങ്ങനെയുള്ള ജോലികൾ ആരെ ഏൽപ്പിക്കുക? ഈ താഴ്ന്ന ജാതിക്കാരെ ഏൽപ്പിക്കുക. അതാണ് ചൂഷണം ചെയ്യലെന്ന് പറയുന്നത്. താഴ്ന്ന കൂലി കിട്ടുന്ന ജോലികൾ ചെയ്യാൻ അവരെന്ത് ചെയ്യുക? നിർബന്ധിക്കുക. ഇതാണ് ചൂഷണം. 3-ാമത്തെ അവഹേളനം. ഉയർന്ന ജാതിക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാനോ പാദരക്ഷ ധരിക്കാനൊന്നും ആർക്കും അവകാശം ഉണ്ടായിരുന്നില്ല, അനുവദിച്ചിരുന്നില്ല. ഈ താഴ്ന്ന ജാതിക്കാർ അനുവദിച്ചിരുന്നില്ല. ഉയർന്ന ജാതിക്കാർ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിക്കാനോ ചെരുപ്പ് ധരിക്കാനോ ഒന്നും ഈ താഴ്ന്ന ജാതിക്കാരെ അനുവദിച്ചിരുന്നില്ല. അതാണ് അവഹേളനം എന്ന് പറഞ്ഞത്. പിന്നെ വിധേയത്വം. എപ്പോഴും എന്ത് ചെയ്യണം? ഈ മുതിർന്ന ആളുകളുടെ ക്രൂരതയ്ക്ക് താഴ്ന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? വിധേയമായിരുന്നു. ആണ് വിധേയത്വം. ഒന്നിനും പ്രതികരിക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല ആർക്ക്? ഈ താഴ്ന്ന ജാതിക്കാർക്ക്. ഇതാണെന്ത്? വിധേയത്വം. അപ്പോൾ ഈ 4 എണ്ണം ജസ്റ്റ് ഒരു പോയിൻറ്റ്സ് ആക്കി എഴുതി ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ചോദ്യം: തൊട്ടുകൂടായ്മ എന്നാൽ എന്ത്? തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ എഴുതുക. ചോദ്യം: തൊട്ടുകൂടായ്മ എന്നാൽ എന്ത്? തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ എഴുതാനാണ്. സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന സാമൂഹ്യ വിവേചനമാണ് തൊട്ടുകൂടായ്മ അഥവാ അസ്പർശത. സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന സാമൂഹ്യ വിവേചനമാണ് തൊട്ടുകൂടായ്മ അഥവാ അസ്പർശത. തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ: ബഹിഷ്കരണം, ചൂഷണം,
വിധേയത്വം, അവഹേളനം. എന്നിട്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് 2 ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 116 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ചോദ്യം ഡിസ്കസ് ചെയ്തു. 1 ആഗോളവൽക്കരണത്തിൻ്റെ സവിശേഷതകൾ, 2 ജാതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസം, 3 തൊട്ടുകൂടായ്മ എന്നാൽ എന്ത്, തൊട്ടുകൂടായ്മയുടെ വിവിധ മാനങ്ങൾ. അങ്ങനെ 3 പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് ലേറ്റ് ആയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇന്ന് അത്യാവശ്യം സമയം എടുത്ത് പഠിച്ചാലും ഉറക്കം പഠിച്ചാലും നിങ്ങൾക്ക് ഈ 3-4 ദിവസം ഇനി റെസ്റ്റ് എടുക്കാമല്ലോ. ഇനി അടുത്ത പരീക്ഷ അടുത്ത വെള്ളിയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് മാക്സിമം സമയം ഇതിന് ഉപയോഗപ്പെടുത്തണം. സോഷ്യോളജി ക്ലാസ് കേട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മോഡലിന് ചോദിച്ചു. കഴിഞ്ഞ 2022 2020 ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്താണ് ഗ്ലോക്കലൈസേഷൻ? ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി എല്ലാ സംസ്കാരവും ഇടകലർന്ന് ഒന്നായി തീരുന്ന പ്രതിഭാസമാണ് ഗ്ലോക്കലൈസേഷൻ എന്നാൽ എന്ത്? ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി എല്ലാ സംസ്കാരവും ഇടകലർന്ന്, ആ പേരിലുണ്ട് ഇടകലർന്ന്, ഒരുമിച്ച് എല്ലാ സംസ്കാരങ്ങളും ഇടകലർന്ന് വരുന്ന ഒന്നായിട്ട് തീരുന്ന സംസ്കാരത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോക്കലൈസേഷൻ. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി എല്ലാ സംസ്കാരങ്ങളും, അതായത് ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും അങ്ങനെ എല്ലാ സംസ്കാരവും ഇടകലർന്ന് തീർന്ന് ഒന്നായി തീരുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോക്കലൈസേഷൻ. അവിടെ നമുക്ക് മാച്ച് ചെയ്യുന്ന വേർഡ്, നമുക്ക് അവിടെ ഓർമ്മിക്കുള്ള വേർഡ് ഇടകലർന്ന് വരുന്ന, ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി എല്ലാ സംസ്കാരവും ഇടകലർന്ന് ഒന്നായി തീരുന്ന പ്രതിഭാസം, അത്തരം സംസ്കാരമാണെന്ത്? ഗ്ലോക്കലൈസേഷൻ. പിന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ആയുർദൈർഘ്യം എന്താണ്? ശരാശരി മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ആ വർഷത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ആയുർദൈർഘ്യം. ശരാശരി മനുഷ്യർ ജീവിച്ചിരിക്കുന്ന ആ വർഷത്തെ വിളിക്കുന്ന പേരാണ് ആയുർദൈർഘ്യം. ഒരു ശരാശരി മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന വർഷത്തെ വിളിക്കുന്ന പേരാണ് ആയുർദൈർഘ്യം.